ജസ്റ്റിസുമാരെ സൂര്യകാന്ത്, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സ്ഥിരം ജാമ്യം അനുവദിച്ചത്. കേസിലെ വിചാരണ ഉടനടിയൊന്നും തീരാൻ സാധ്യതയില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ജാമ്യം അനുവദിക്കുകയാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനും പ്രത്യേകം വിധികളാണ് എഴുതിയത്. കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടി. എന്നാൽ അറസ്റ്റിന്റെ സമയത്തെയും രീതിയെയും ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ വിമർശിച്ചു. 2023 CBI അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തത്. എന്നാൽ ED രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിക്കുമെന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് CBI അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ജസ്റ്റിസ് ഭുയാൻ പറഞ്ഞു. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതോടെ സത്യം ജയിച്ചെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ऑनरेबल सुप्रीम कोर्ट को हम नमन करते हैं, उनको सलाम करते हैं, उनका धन्यवाद करते हैं. हम इस देश के संविधान का धन्यवाद करते हैं, बाबा साहब का धन्यवाद करते हैं. ജയിൽ മോചിതനാകുമെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ വഹിക്കാൻ പരിമിതികൾ ഉണ്ടാകും. ED കേസിൽ ജാമ്യം അനുവദിക്കുമ്പോൾ കെജ്രിവാൾ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുതെന്നും ഫയലുകൾ ഒപ്പിടരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ഇപ്പോൾ മറ്റ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ തന്റെ വിധിയിൽ രേഖപ്പെടുത്തി. B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.